ഹൈന്ദവരിലെ വിവിധ വിഭാഗങ്ങൾ തമ്മിൽ ആചാരാനുഷ്ഠാനങ്ങളിൽ വ്യത്യസ്തതയുണ്ടെങ്കിലും അവർ ഒന്നിച്ചു നിൽക്കണമെന്നാണ് SNDP യൂണിയൻ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ ഇപ്പോഴത്തെ നിലപാട്. ക്രൈസ്തവരിലും പല വിഭാഗങ്ങളുണ്ടെന്നാൽ ക്രിസ്തുവിന്റെ പേരിൽ അവർ ഒന്നിക്കും, മുസ്ലിങ്ങളുടെ പല വിഭാഗങ്ങളും പൊതു ആവശ്യങ്ങൾ ഒന്നിക്കും. ഇത് മറ്റൊരിടത്തുമല്ല, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കണ്ടതെന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത്. ഇടതുപക്ഷം എന്തൊക്കെ ഈ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ചെയ്തു അത് യാഥാർത്ഥ്യമാണ്. പക്ഷേ തിരഞ്ഞെടുപ്പിൽ അവിടെ വോട്ട് ലഭിച്ചില്ല എന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു തീർക്കുമ്പോൾ ഇതാ വരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ CPMന്റെ അടുത്ത കടുംവെട്ട്. ഇനി CPM ആകർഷിക്കാൻ തന്ത്രങ്ങൾ മെനയുന്നത് സാക്ഷാൽ വെള്ളാപ്പള്ളിയുടെ പക്കലുള്ള ഈഴവ സമുദായ വോട്ടുകളും അതുമാത്രമല്ല സമുദായത്തിന്റെ പിന്തുണ കൂടി ഉറപ്പാക്കാനുള്ള കരുക്കൾ നീക്കുകയാണ് പിണറായിയും CPM. എങ്ങനെയുണ്ട് ഇടതിന്റെ കളി? വെള്ളാപ്പള്ളിക്ക് ഇത് പടപേടിച്ച് പന്തളത്തിൽ നിന്നപ്പോൾ പന്തം കൊളുത്തി പട എന്ന് പറഞ്ഞതുപോലെയായി. പക്ഷേ വെള്ളാപ്പള്ളിക്ക് പന്തളം വരെ എത്തേണ്ടി വന്നില്ല. പെരുന്നയിൽ NS ആസ്ഥാനത്ത് അടുത്തെത്തിയപ്പോഴേക്കും സുകുമാരൻ നായരുടെ വിമർശനങ്ങളുടെ ചൂടറിഞ്ഞു ഉണങ്ങി. അപ്പോൾ പിന്നെ ഇരിക്കട്ടെ, ചെന്നിത്തല കിട്ടുന്ന വെള്ളാപ്പള്ളി കണക്ക് കൂട്ടി. ചിലതൊക്കെ പറഞ്ഞു. വർഷങ്ങളുടെ പിണക്കം അവസാനിപ്പിച്ച് രമേശ് ചെന്നിത്തലയെ മന്നം ജയന്തിയിൽ പങ്കെടുപ്പിച്ചത് എന്തെങ്കിലും സ്ഥാനത്തിന് വേണ്ടിയാണെന്ന് തനിക്കറിയില്ലെന്ന് വെള്ളാപ്പള്ളി പറയുന്നു. പക്ഷേ ചെന്നിത്തലയെ NSSന്റെ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് വെള്ളാപ്പള്ളിക്ക് ഒട്ടും പിടിച്ചില്ല. കടന്ന കൈയായിപ്പോയി എന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത്. NSSന്റെ പുത്രനായി രാഷ്ട്രീയത്തിൽ വന്നാൽ NSSന് വേണ്ടിയല്ലേ പ്രവർത്തിക്കൂ എന്നാണ് വെള്ളാപ്പള്ളി ചോദിക്കുന്നത്. അച്ഛന് വേണ്ടിയല്ലേ മകൻ പ്രവർത്തിക്കൂ എന്ന് ചുരുക്കം. ഇപ്പോഴത്തെ LDF സർക്കാരിന് മുമ്പത്തേക്കാൾ പ്രതീക്ഷ കുറഞ്ഞുവെന്നും വെള്ളാപ്പള്ളി ഒരു തട്ടി. അതെല്ലാവർക്കും അറിയാമെന്ന് കൂടി വെള്ളാപ്പള്ളി പറഞ്ഞപ്പോൾ CPMന് ഒരു സംശയം. ഓരോ ആഴ്ചയും തന്റെ അഭിപ്രായം മാറ്റി പറയുന്ന വെള്ളാപ്പള്ളി പറയുന്നതിൽ ഏതെടുത്ത് വെച്ച് ഇനി ചർച്ച ചെയ്യണമെന്നാണ്. എങ്കിലും CPMന്റെ കേരളത്തിലെ വോട്ട് ബാങ്കിൽ ഈഴവരുടെ നിക്ഷേപം വളരെ വലുതായിരുന്നു എന്നതൊരു വസ്തുതയാണ്. കാലങ്ങളായി കോൺഗ്രസും BJPയും കിണഞ്ഞു പരിശ്രമിച്ചിട്ടും വിള്ളൽ വീഴാതിരുന്ന ഈ വോട്ട് ബാങ്കിനെ തകർത്തത് CPM തന്നെയായിരുന്നു. പലപ്പോഴും തീവ്ര ന്യൂനപക്ഷ നിലപാടുകൾ സ്വീകരിച്ച് CPM ഈഴവ വിഭാഗത്തെ BJP പാളയത്തിൽ എത്തിച്ചു എന്ന് തന്നെ പറയാം. തുടർഭരണത്തിൻ്റെ ആലസ്യത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഈ വോട്ട് ചോർച്ച CPM കാര്യമായി എടുത്തുമില്ല. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിയോടെ CPM ഇപ്പോഴിതാ ഈഴവ വോട്ട് ബാങ്കുകളിൽ ഇടപെടുകയാണ്. അടിസ്ഥാന വോട്ടുകൾ പാർട്ടിയുമായി അകന്നു നിന്ന ലോക്സഭാ പരാജയത്തിന് പിന്നാലെയുള്ള തുറന്നു പറച്ചിൽ തന്നെ CPMന്റെ ഇതിൻ്റെ ഒരു അജണ്ടയായിരുന്നു. ഒപ്പം ന്യൂനപക്ഷങ്ങളെ പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തെ CAA സമരകാലത്ത് ഒപ്പം നിർത്താൻ ശ്രമിച്ചത് പരാജയപ്പെട്ടതും CPMന് പുതിയൊരു തിരിച്ചറിവാണ്. കാരണം ന്യൂനപക്ഷങ്ങൾ ഇനി ഒരിക്കലും ഇടതിനോട് അടുക്കില്ല എന്ന്. ഇതോടെയാണ് ന്യൂനപക്ഷ പ്രീണനം അവസാനിപ്പിച്ച് ഹിന്ദു വോട്ടുകൾ, പാർട്ടിയിൽ നിന്നും അകന്നുപോയ ഹിന്ദു വോട്ടുകൾ തിരിച്ചു പിടിക്കാൻ CPM ശ്രമം തുടങ്ങിയത്. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും നേതാക്കളുമെല്ലാം ഇത് പരസ്യമായി പറഞ്ഞ് രംഗത്തെത്തുകയും ചെയ്തു. എന്തിനാണ് BJP JDS എന്ന വെള്ളാപ്പള്ളി നടേശന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളിയുടെ രാഷ്ട്രീയ സംഘടനയെ ഒപ്പം നിർത്തിയിരിക്കുന്നത്? മറ്റൊന്നിനുമല്ല, ഇതേ വോട്ട് ബാങ്ക് തന്നെയാണ് ലക്ഷ്യം. ഹൈന്ദവ വോട്ടുകൾ, ഈഴവ ഹൈന്ദവ വോട്ടുകൾ BJPയിലേക്ക് എത്തുക എന്നത് തന്നെയാണ് ലക്ഷ്യം. പക്ഷേ അവിടെയാണ് കടക്കിൽ കത്തിവെക്കുന്നത് പിണറായി വിജയനും കൂട്ടരും ഇറങ്ങിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വിജയിച്ചത് മുസ്ലിം തീവ്ര വിഭാഗങ്ങളുടെ വോട്ട് കൊണ്ടാണെന്ന് വളരെ വ്യക്തമായി വിജയരാഘവൻ പറഞ്ഞു വെച്ചത് മറ്റൊന്നും കൊണ്ടല്ല. കാരണം ഇത് തന്നെയാണ്. ഈ നീക്കങ്ങളെല്ലാം പല കേന്ദ്രങ്ങളും ന്യൂനപക്ഷ വിഭാഗങ്ങളും ക്രൈസ്തവ വിഭാഗങ്ങളും ഒക്കെ നടത്തുമ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് മൗനത്തിലായിരുന്നു. പക്ഷേ ഒരവസരത്തിനായി മുഖ്യമന്ത്രി കാത്തിരിക്കുകയായിരുന്നു. അതാണ് മുഖ്യമന്ത്രി ആദ്യത്തെ വെടിപൊട്ടിച്ചത് ശിവഗിരി തീർത്ഥാടന ചടങ്ങിൽ വെച്ച്. വളരെ മനോഹരമായാണ് തനിക്ക് കിട്ടിയ അവസരം മുഖ്യമന്ത്രി ശിവഗിരിയിൽ വിനിയോഗിച്ചത്. ആദ്യം വിവാദമായത് മുഖ്യമന്ത്രിയുടെ സനാതനധർമ്മ പരാമർശങ്ങളായിരുന്നു. പക്ഷേ ഒരു സർജിക്കൽ സ്ട്രൈക്ക് കൂടി നടത്തിയ ശേഷമാണ് മുഖ്യമന്ത്രി വർക്കല വിട്ടത്, ശിവഗിരിയിൽ നിന്ന് മടങ്ങിയത്. യോഗത്തിൽ ആദ്യം സംസാരിച്ച ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ ചില ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതിന് ഷർട്ട് ഊരണമെന്ന ആചാരത്തെ കടുത്ത ഭാഷയാണ് വിമർശിച്ചത്. ന്യായമാണ്. തുടർന്ന് സംസാരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനും അതിനെ അനുകൂലിച്ചു. ഇത്തരം ആചാരങ്ങൾ മാറണമെന്ന് പ്രസ്താവിക്കുകയും ചെയ്തു. സാധാരണ നിലയിലുള്ള പിന്തുണ എന്ന് എല്ലാവരും കരുതിയെങ്കിലും കളം മാറിയത് അടുത്ത ദിവസം NSS ജനറൽ സെക്രട്ടറി നാരായണൻ നായർ പെരുന്നയിൽ വെച്ച് ഈ മുഖ്യമന്ത്രിയുടെ നിലപാടിനെ വിമർശിച്ചപ്പോഴാണ്. ഷർട്ട് ഊരിൻ്റെ അടുത്ത് ഊരണമെന്നാണ് NSSന്റെ ഇപ്പോഴത്തെ നിലപാടെന്ന് സുകുമാരൻ നായർ പറയുന്നു. അപ്പോൾ രമേശ് ചെന്നിത്തലയെ കൂട്ടുപിടിച്ച സുകുമാരൻ നായരെ ഒന്ന് അടിച്ചിരുത്തുക തന്നെയായിരുന്നു മുഖ്യൻ്റെ ലക്ഷ്യം. മുഖ്യമന്ത്രി രൂക്ഷമായി വിമർശിക്കുന്നതിനൊപ്പം ആചാരങ്ങളിൽ മാറ്റമെന്ന് പറഞ്ഞ് സ്വാമി സച്ചിദാനന്ദയും സുകുമാരൻ നായർ വിമർശിച്ചു. ഇതോടെ ഇതാ SNDPയും NSSും തമ്മിൽ അടുത്ത അടിക്കുള്ള വക്കിലേക്ക് എത്തി. ഇതോടെ പല കോണുകളിൽ നിന്ന് വിമർശനം ഉയരുകയും മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിക്കുന്നതിനൊപ്പം സച്ചിദാനന്ദയ്ക്കെതിരെ വിമർശനവും പ്രതിരോധം വന്നതോടെ CPM ആണ് ഒപ്പം നിന്നത്. തൊട്ടു പിന്നാലെയാണ് വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പിന്തുണച്ച് രംഗത്തെത്തിയത്. അങ്ങനെ പറയാൻ മുഖ്യമന്ത്രിക്ക് സ്വാതന്ത്ര്യമുണ്ടെന്നാണ് വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന. അങ്ങനെ എല്ലാം കലങ്ങി മറിഞ്ഞു നിൽക്കുന്നു ഇതാ ഇവിടെ വരെ. അവിടെ ആ കലക്ക വെള്ളത്തിൽ നിന്ന് മീൻ പിടിക്കുന്നത് മറ്റാരുമല്ല, സാക്ഷാൽ CPM തന്നെയാണ്.